നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൻ ലഹരി വേട്ട. ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 40 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. മൂത്തേടം കാരപ്പുറം സ്വദേശി ലിജു എബ്രാഹിമിനെയാണ് അറസ്റ്റ് ചെയ്തത്. നിയമവിരുദ്ധമായി മദ്യം കടത്തിയ യുവാവ് പിടിയിൽ. വെട്ടിക്കാട്ടിരി തമ്പാനങ്ങാടി സ്വദേശി തുമ്പേത്തൊടിക വീട്ടിൽ ശിവപ്രസാദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. യുവതിക്ക് മാനഹാനിയുണ്ടാക്കിയെന്ന കേസിൽ മിത്രജ്യോതി ട്രൈബൽ ഫൗണ്ടേഷൻ അധ്യക്ഷൻ മഞ്ചേരി മേലാക്കം കോലത്തൂടി അജ്മലിനെ SI PT സൈഫുള്ള അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ ബീവറേജിന് സമീപം കത്തിക്കുത്ത്. യുവാവിന് പരിക്ക്. വഴിക്കടവ് മുണ്ട തോട്ടുങ്ങൽ വിനോദിനാണ് പരിക്ക് പറ്റിയത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കാൻ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടന്ന കലാകായിക ശാസ്ത്രമേളകളിൽ ഉജ്ജ്വല വിജയം നേടിയ 106 വിദ്യാർത്ഥികളെയാണ് പ്രതിഭാ പുരസ്കാരം 2025-26 നൽകി ആദരിക്കുന്നത്. വാർത്തകൾ വിശദമായി. വൻ ലഹരി വേട്ട. ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 40 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. മൂത്തേടം കാരപ്പുറം സ്വദേശി ലിജു എബ്രാഹിമിനെയാണ് SI PT സൈഫുള്ള അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് ആനാമറയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ലഹരി സംഘങ്ങൾക്കിടയിൽ മുരുകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രതി ബാംഗ്ലൂരിൽ നിന്നും ജില്ലയിലേക്ക് നേരിട്ട് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ്. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് പ്രതി MDMA വിൽപ്പന നടത്തിയിരുന്നത്. MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. MDMA കൈവശം വെച്ചതിന് പ്രതിക്കെതിരെ എക്സൈസിലും കേസ് നിലവിലുണ്ട്. SI B തോമസ്, സീനിയർ CPO സൂര്യകുമാർ, CPO വിനു, ഡാൻസ് അംഗങ്ങളായ സുനിൽ NP, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ്, സജീഷ് P എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിയമവിരുദ്ധമായി മദ്യം കടത്തിയ യുവാവ് പിടിയിൽ. വെട്ടിക്കാട്ടിരി തമ്പാനങ്ങാടി സ്വദേശി തുമ്പേത്തൊടിക വീട്ടിൽ ശിവപ്രസാദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ടി ഷിജുമോന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ താലൂക്കിലെ ചെട്ടിയാറമ്മലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 22.260 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. പ്രതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കാളികാവ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് PK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് ഹബീബ്, അമിത് K എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. യുവതിക്ക് മാനഹാനിയുണ്ടാക്കിയെന്ന കേസിൽ മിത്രജ്യോതി ട്രൈബൽ ഫൗണ്ടേഷൻ അധ്യക്ഷൻ മഞ്ചേരി മേലാക്കം കോലോത്തുകുടി അജ്മലിനെ SI PT സൈഫുള്ള അറസ്റ്റ് ചെയ്തു. യുവതിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്ന കേസിൽ മിത്രജ്യോതി ട്രൈബൽ ഫൗണ്ടേഷൻ അധ്യക്ഷൻ മഞ്ചേരി മേലാക്കം കോലോത്തുകുടി അജ്മലിനെ SI PT സൈഫുള്ള അറസ്റ്റ് ചെയ്തു. 22 വയസ്സുകാരിയുടെ പരാതിയിലാണ് നടപടി. 2025 മെയ് 21-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭയം കാരണമാണ് പരാതി നൽകുവാൻ വൈകിയത് എന്നാണ് യുവതിയുടെ മൊഴി. അജുവിനെതിരെ വേറെ 7 ക്രിമിനൽ കേസുകൾ കൂടിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിലമ്പൂർ ബീവറേജിന് സമീപം കത്തിക്കുത്ത്. യുവാവിന് പരിക്ക്. വഴിക്കടവ് മുണ്ട തോട്ടുങ്ങൽ വിനോദിനാണ് പരിക്ക് പറ്റിയത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. കുത്തേറ്റ് രക്തം വാർന്ന നിലയിൽ കിടന്ന ഇയാളെ നിലമ്പൂർ പോലീസ് എത്തി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വിനോദിന്റെ വലത് കൈ തള്ളവിരലിനും ചെവിക്കും സാരമായ പരിക്കുണ്ട്. അക്രമം നടത്തിയ ആളെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കാൻ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടന്ന കലാകായിക ശാസ്ത്രമേളകളിൽ ഉജ്ജ്വല വിജയം നേടിയ 106 വിദ്യാർത്ഥികളെയാണ് പ്രതിഭാ പുരസ്കാരം
2025-26 നൽകി ആദരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു വിവിധ തലങ്ങളിൽ, അതായത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കാനുള്ളൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കാര്യം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ 2025-26 വർഷത്തിൽ മാനവേദൻ സ്കൂളിലെ ചുണക്കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥിനികൾ സബ് ജില്ലാ തലം മുതൽ സബ് ജില്ലയിലും ജില്ലയിലും ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സബ് ജില്ലാ സ്പോർട്സിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബഹുദൂരം മുന്നിലായി നമ്മൾ ചാമ്പ്യന്മാർ പറഞ്ഞാൽ പോരാ, ഒരുപാട് മികവോടുകൂടി നമ്മൾ ചാമ്പ്യന്മാരായി. നമുക്ക് അതിലുപരിയായിട്ട് ഈ കുട്ടികൾ ജില്ലാ തലത്തിലും പങ്കെടുത്തു. അതിലുപരിയായിട്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെ മാത്രം ആദരിക്കാനുള്ള ഒരു ചടങ്ങ് ഈ വരുന്ന 30-ാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ്. അപ്പം ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ PTA SMC ഭാരവാഹികളും അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടു കൂടി നമ്മുടെ ആദരണീയമായിട്ടുള്ള നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് അവരുടെ പിന്തുണയും ഈ പ്രോഗ്രാമിനുണ്ട്. ഈ പ്രോഗ്രാം വളരെ വിപുലമായ തോതിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിഭാ പുരസ്കാരം 2025-26 എന്ന പേരിലാണത് ഈ ചടങ്ങ് അവതരിപ്പിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കുള്ള ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയമായിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ പത്മിനി ഗോപിനാഥ് അവர்களാണ്. ഇവർ രാവിലെ 9 മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. ജനുവരി 30 വെള്ളിയാഴ്ച സ്കൂൾ മാനേജ്മെന്റും നാട്ടുകാരും സംയുക്തമായി വിപുലമായ പരിപാടികളോടെ ആഘോഷം സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന യാത്രയിൽ 106 പ്രതിഭകൾക്കൊപ്പം സ്കൂളിലെ SPC, NCC, JRC കേഡറ്റുകളും NSS വോളണ്ടിയർമാരും അണിനിരക്കും. ചന്തക്കുന്നിൽ വെച്ച് ഡ്രൈവേഴ്സ് യൂണിയന്റെയും ജനതപ്പടിയിൽ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും ലഘുഭക്ഷണവും നൽകും. രാവിലെ 10:30 സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദന സമ്മേളനം നിലമ്പൂർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിക്കും. നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരും ചടങ്ങിൽ സംബന്ധിക്കും. വിജയികൾക്ക് നഗരസഭയുടെ മെഡലുകൾ സമ്മാനിക്കും. നാഷണൽ കിക്ക് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ആയിഷ കമാലിയ, ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ ആതിഫ്, ദേശീയ ഫുട്ബോൾ താരങ്ങളായ അലീന അഷ്റഫ്, മാളവിക, നഷ, അങ്കിത, ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ശ്രദ്ധ, വയലിനിൽ മികച്ച നേട്ടം കൈവരിച്ച യദു എന്നിവർക്കൊപ്പം എ ഗ്രേഡ് നേടിയ വൃന്ദവാദ്യം, സംഘനൃത്തം ടീമുകളെയും ആദരിക്കും. സിൽവർ മെഡലിസ്റ്റ് ആയിട്ട് നമ്മളെ നഷ മറിയം, അങ്കിത, അലീന അഷ്റഫ് എന്ന് പറയുന്ന ഞാൻ ഓരോ ഘട്ടങ്ങളായിട്ട് വായിക്കും. ഫുട്ബോളിൽ അതേപോലെ BCCIന്റെ നാഷണൽ ലെവൽ സെഞ്ചുറി കേരളത്തിന് വേണ്ടി സെഞ്ചുറി അടിച്ചാണ് ശ്രദ്ധ സുമേഷ് എന്ന് പറഞ്ഞത്. ഈ കുട്ടീൻ്റെയൊക്കെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30,000 to 40,000 ഒക്കെയാണ് പെർ മാച്ച്. അപ്പോൾ അവർക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് കൊടുക്കുക, അവർ ഹൈ ലെവലിലാണ്. ഈവൻ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബൈ ഫ്ലൈറ്റേ അവർ വരുള്ളൂ. KCAൻ്റെ കുട്ടികളാണ് അവർ. പിന്നെ നാഷണൽ കിക്ക് ബോക്സിംഗ് ആയിഷ കമാലിയ എന്ന് പറഞ്ഞ കുട്ടി. അതേപോലെ നാഷണൽ ലെവൽ പെൻകാക് സിലാറ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ഉണ്ട്, യദുദേവ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ഇന്തോനേഷ്യൻ ആയോധന കലയാണ്. അതിൽ ഗോൾഡ് മെഡലിസ്റ്റ് നമ്മളെ സ്കൂളിലാണ്. നാഷണൽ പാർട്ടിസിപ്പേഷൻ ഹൂ പ്ലേഡ് ഫോർ കേരള ടീം. കേരള ടീമിൽ ഈ 5 കുട്ടികളല്ലാതെ പുറമെ കേരളത്തിൽ കളിച്ചവർക്ക് ക്വാർട്ടർ ഫൈനലും ഇതിലൊക്കെ എത്തിയ കുട്ടികളടക്കം നമുക്ക് ഏകദേശം 10ഓളം കേരള താരങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്നുണ്ട്. അതേപോലെ സ്റ്റേറ്റ് മെഡലിസ്റ്റ്, സ്റ്റേറ്റിൽ മലപ്പുറം ജില്ലക്കായി പോയി സ്റ്റേറ്റിൽ മെഡൽ കിട്ടിയ ഏകദേശം 27 കുട്ടികളോളം നമുക്ക് സ്റ്റേറ്റ് മെഡലിസ്റ്റുകളുണ്ട്. അതേപോലെ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ, അതായത് നമുക്ക് ജില്ലയിൽ മെഡൽ വന്നിട്ടുണ്ട്, സ്റ്റേറ്റിൽ അവർ പങ്കെടുത്ത ഏകദേശം 45ഓളം കുട്ടികൾ നമുക്ക് ഇതിലുണ്ട്. അങ്ങനെ മൊത്തം 80 കുട്ടികളാണ് നമ്മളെ ഈ ഒരു സ്പോർട്സിൻ്റെ അച്ചീവ്മെൻറ്റ് മാത്രമായിട്ടുള്ളത്. ഇതൊരു സർക്കാർ സ്കൂളിനെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ അനിൽകുമാർ, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർപേഴ്സൺ മുഹമ്മദ് കോയ കടവത്ത്, കൌൺസിലർ ഷിഹാബ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഷീദ്, MM, കായികാധ്യാപകൻ ഷാഹിദ് എന്നിവർ പങ്കെടുത്തു. മമ്പാട് പഞ്ചായത്തിൽ 20 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഷൂട്ടർ പത്തപ്പിരിയം സ്വദേശി അഹമ്മദ് നിസാറിന്റെ നേതൃത്വത്തിലാണ് മമ്പാട് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി 20 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്.
ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഉപയോഗിച്ചാണ് അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത്. മമ്പാട് പഞ്ചായത്തിലെ മേപ്പാടം, മമ്പാട് നോർത്ത്, കരിക്കാട്ടുമണ്ണ, ടാണ, ബിംബുങ്ങൽ, വള്ളിക്കെട്ട്, താളിപ്പൊയിൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഒറ്റ രാത്രി കൊണ്ട് 20 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. മമ്പാട് മേപ്പാടം റഹ്മാനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 45-ാം വാർഷികാഘോഷങ്ങൾ ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം, അലൂമിനി മീറ്റ്, പാരന്റ്സ് കണക്ട്, ബിരുദദാന ചടങ്ങ്, സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നത്. 1980 മമ്പാട് മേപ്പാടം ഗ്രാമത്തിൽ സ്ഥാപിതമായ റഹ്മാനിയ അതിൻ്റെ 45-ാം വാർഷികാഘോഷം വളരെ വിപുലമായ അർത്ഥത്തിൽ ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ റഹ്മാനിയ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ പേര് റഹ്മാനിയ ഗ്രാൻഡ് ഫിയസ്റ്റ 2026 കാർണിവൽ ഓഫ് ഡ്രീംസ്. വിവിധങ്ങളായ പരിപാടികളാണ് ഈ കാർണിവലിൽ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ 1-ാം ദിവസം 2 മണി മുതൽ 4 മണി വരെ പാരൻസ് കണക്ട് അഥവാ പാരൻസ് ക്യാമ്പസും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഒരു ഫാമിലി കണക്ട് ക്യാമ്പസാണ് റഹ്മാനിയ. ബഹുമാന്യനായ ഫിലിപ്പ് മമ്പാട്, ഇൻ്റർനാഷണൽ മൈൻഡ് ട്രെയിനർ, മോട്ടിവേഷണൽ സ്പീക്കർ, ഇവരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലെ മുഖ്യമായ പ്രഭാഷണം നിർവഹിക്കുന്നത് സുലൈഖ അബ്ദുൽ അസീസ്, ഫാമിലി ആൻഡ് സ്റ്റുഡൻസ് കൗൺസിലർ, AID മെമ്പറാണ്. ഫസ്റ്റ് ഡേയിൽ 4:30 മുതൽ 4:45 വരെ റഹ്മാനിയ കിഡ്സ് വാലി ന്യൂ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ശ്രീ അനിൽകുമാർ MLA സാർ അവറുകളാണ്. ശനിയാഴ്ച നടക്കുന്ന പാരന്റ്സ് കണക്ട് ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം AP അനിൽകുമാർ MLA നിർവഹിക്കും. സാംസ്കാരിക പരിപാടികൾ, ബിരുദദാന ചടങ്ങ് എന്നിവ തുടർന്ന് നടക്കും. ഞായറാഴ്ച രാവിലെ 10-ന് അലുമിനി മീറ്റ് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് പ്രസിഡന്റ് സലീം മമ്പാട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പരിപാടികളിൽ മാധ്യമപ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ റഹ്മാനിയ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ AP ഷംസുദ്ദീൻ, KP തസ്ലീം, K മുജീബ് റഹ്മാൻ, CS ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും. ഫെബ്രുവരി 6 വരെ നടക്കുന്ന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2026 നിലമ്പൂർ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി 31 മുതൽ ഫെബ്രുവരി 6 കൂടി ഒരാഴ്ചക്കാലം ആഘോഷപൂർവ്വം കൊണ്ടാടാൻ ക്ഷേത്ര പരിപാലന സമിതിയും മറ്റ് മാതൃസമിതി, ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. ക്ഷേത്ര തന്ത്രി ശ്രീ കിഴക്കുംപാട്ടിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. ക്ഷേത്ര ഉത്സവ ആരംഭ ദിവസം, അതായത് ജനുവരി 31 ശനിയാഴ്ച രാവിലെ നമ്മുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഉത്സവ വിളംബര ഘോഷയാത്രയും കലവറ നിറയ്ക്കലും എന്നൊരു ചടങ്ങുണ്ട്. അത് രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് വീട്ടിക്കുത്ത്, മണലോടി വീട്ടിക്കുത്ത്, ചക്കാലക്കുത്ത്, കളരിക്കുന്ന് ജംഗ്ഷൻ വഴി തിരിച്ച് മണലോടി വഴി ക്ഷേത്രത്തിൽ ഒരു ഉച്ചയോടുകൂടെ തിരിച്ചെത്തുന്ന രീതിയിലാണ് നമ്മൾ ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാവിലെയും എല്ലാ ദിവസവും ക്ഷേത്ര ഉത്സവ ദിവസങ്ങളിൽ 7 ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയിലും നമ്മൾ പ്രസാദ വിതരണം അല്ലെങ്കിൽ അന്നദാനം എല്ലാ ഭക്തർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച രാവിലെ 9-ന് ഉത്സവ വിളംബര ഘോഷയാത്ര നടത്തും. തുടർന്ന് കലവറ നിറയ്ക്കൽ, വൈകിട്ട് ദീപാരാധന, പ്രാദേശിക പരിപാടികൾ, നൃത്തശില്പം എന്നിവ അരങ്ങേറും. 2-ാം ദിവസം വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കുംപാട്ടിലത്ത് വാസുദേവൻ നമ്പൂതിരി കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് കലാമണ്ഡലം അനൂപിന്റെ ചാക്യാർ കൂത്ത്, നൂപുര നൃത്തകലാ കേന്ദ്രത്തിന്റെ നൃത്തനൃത്യങ്ങൾ എന്നിവയും നടക്കും.
മൂന്നാം ദിവസമായ തിങ്കളാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വൈകുന്നേരം 7-ന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചെർപ്പളശ്ശേരി രാജേഷ് എന്നിവരുടെ ഡബിൾ തായമ്പകയും, 4-ാം ദിനം വൈകുന്നേരം 7-ന് ഗുരുതി പൂജ, തുടർന്ന് നൃത്തത്രയം എന്നിവയും അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 9-ന് ഉത്സവ ബലി, വൈകുന്നേരം 7-ന് ഭജൻസ് എന്നിവ നടക്കും. രാത്രി 9-ന് തിരുവനന്തപുരം പാർത്ഥസാരഥി അവതരിപ്പിക്കുന്ന പളനിയാണ്ടവൻ ബാലയും അരങ്ങേറും. വ്യാഴാഴ്ച സർവൈശ്വര്യ പൂജ, വൈകിട്ട് 7-ന് വിരാടൂർ ക്ഷേത്ര പരിസരത്തേക്ക് പള്ളിവേട്ട എന്നീ ചടങ്ങുകൾ നടക്കും. ഫെബ്രുവരി 6-ന് വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് നിലമ്പൂർ കോവിലകം പാറക്കടവിൽ ആറാട്ട്, തിരിച്ചെഴുന്നള്ളത്ത്, കൊടിയിറക്കം, ആറാട്ട് സദ്യ എന്നിവയോടെ മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമാവും. ക്ഷേത്രത്തിൽ വിവിധ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിലായി നടക്കും. ഉത്സവം കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന് ക്ഷേത്ര നമസ്കാര മണ്ഡപം, ക്ഷേത്ര അന്നദാന മണ്ഡപം, ക്ഷേത്ര ഗോപുരം പടിപ്പരയോട് കൂടിയിട്ടുള്ള ചുറ്റുമതിൽ നിർമ്മാണം, ഇങ്ങനെ വളരെയധികം പ്രവർത്തനങ്ങൾ ക്ഷേത്ര ഉത്സവം കഴിഞ്ഞ ഉടനെ തുടങ്ങുന്നതിന് വേണ്ടി കാണിപ്പൂർ കൃഷ്ണൻ നമ്പൂതിരിൻ്റെ പ്ലാനുകളും കാര്യങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ഭക്തജനങ്ങളുടെ ഒരു സഹകരണം കൂടി ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി ശിവശങ്കരൻ, സെക്രട്ടറി VM സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് PK ചന്ദ്രബാബു, P മോഹൻദാസ്, VP രാജൻ, CS രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉത്സവവും നഗരപ്രദക്ഷിണവും ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ജാനകി അമ്മ നടുവത്ത് ഭക്തി പ്രഭാഷണം നടത്തി. തുടർന്ന് PV സ്വാതി നിലമ്പൂർ അവതരിപ്പിച്ച ഭരതനാട്യം, ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി, നിലമ്പൂർ നാദാർച്ചന ഭജൻസിന്റെ ഭക്തിഗാനസുധ എന്നിവ അരങ്ങേറി. ഭക്തജനങ്ങൾക്കായി വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് 2:30-ന് ഫറൂഖ് ബാലമുരുക കലാസമിതി അവതരിപ്പിച്ച കുംഭാട്ടവും കാവടിയാട്ടവും നടന്നു. വൈകിട്ട് 4 മണിയോടെ ഗജവീരൻ നന്ദിരത്ത് ഗോവിന്ദ കണ്ണന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നഗരപ്രദക്ഷിണം ആരംഭിച്ചു. പോരൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 51 വാദ്യകലാകാരന്മാർ അണിനിരുന്ന പാണ്ടിമേളം ഉത്സവത്തിന് മാറ്റുകൂട്ടി. തുടർന്ന് ഗുരുതി തർപ്പണവും കാഴ്ചശീവേലിയും നടന്നു. നിലമ്പൂർ ചിലങ്ക നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളോടെ ആഘോഷങ്ങൾ സമാപിച്ചു. ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വാർഷിക ധനസമാഹരണത്തിന്റെ ഭാഗമായി വൺഡേ കളക്ഷൻ നടത്തി മുക്കട്ട ഡിവിഷൻ. സമാഹരിച്ച 56,630 രൂപ പാലിയേറ്റീവ് അധികൃതർക്ക് ഡിവിഷൻ കൗൺസിലർ ജഷീല മോയിക്കൽ കൈമാറി. ചടങ്ങിൽ സുനിൽ കാവുങ്ങൽ, റഷീദ് KT, നൌഷാദ് CH, യൂസഫ് അമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി DSAT നിലമ്പൂരിൽ വെച്ച് ലഹരി വിരുദ്ധ സെമിനാറായ യുവതയ്ക്കൊപ്പം പ്രതികരിക്കാം, പ്രതിരോധിക്കാം ലഹരിക്കെതിരെ എന്ന ബോധവൽക്കരണ പരിപാടി കേരള സർക്കാരിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് PK നിർവഹിച്ചു. DSAT കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വെട്ടിയാടൻ VC അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു P എബ്രഹാം സ്വാഗതം അറിയിച്ചു. കേരള മഹിളാ സമഗ്ര ജില്ലാ കോർഡിനേറ്റർ റെജീന, DSAT പ്രോഗ്രാം കോർഡിനേറ്റർ ബിനേഷ് ജോൺ തുടങ്ങിയവർ സെമിനാറിന് ആശംസകൾ അറിയിച്ചു. DSAT കോളേജിന്റെ BSW വിദ്യാർത്ഥികളായ ബേബി അൻഷിത, കൗമാരക്കാരിലും യുവാക്കളിലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ, സഞ്ജയ്, കുടുംബം, കൂട്ടുകാർ, സോഷ്യൽ മീഡിയ സ്വാധീനം, ആൻഡെറിന രാജൻ, സ്കൂൾ കോളേജ് പ്രതിരോധ മാർഗങ്ങൾ, അധ്യാപകരുടെയും ഉത്തരവാദിത്തം എന്നീ വിഷയത്തിൽ വിഷയാവതരണം നടത്തി. തുടർന്ന് ചർച്ച, സംശയ നിവാരണം, ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവ സിവിൽ എക്സൈസ് ഓഫീസറായ എബിൻ സണ്ണിക്ക് നടത്തി. സുഭാഷ് PV അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സെമിനാറിന് ഔദ്യോഗികമായി നന്ദി അറിയിച്ചു. DSAT വിദ്യാർത്ഥികളെ കൂടാതെ മറ്റ് നിലമ്പൂർ താലൂക്ക് തല കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മമ്പാട് പഞ്ചായത്ത് ഇളമ്പുഴ വാർഡ് UDF കമ്മിറ്റി UDF പൊതുയോഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും സ്വീകരണവും നൽകി. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ നിർവഹിച്ചു. സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ KT അഷ്റഫ്, അബ്ദുൽ കരീം, അലിയാർ PK, സിദ്ദിഖ് അലി U, ഷമീന കാഞ്ഞിരാല, പന്തലിങ്ങൽ മുഹമ്മദ് അലി, PP റസാഖ്, P ശ്രീധരൻ, പന്താർ മുഹമ്മദ്, അമാനുള്ള ഖാൻ, അക്ബർ കാഞ്ഞിരാല, ഇബ്രാഹിം പോരൂർ, അഹമ്മദ് കുട്ടി കാഞ്ഞിരാല, C ഷൈജു, KK ജംഷാദ്, KP മുസ്തഫ, കൊരമ്പയിൽ സൽമാൻ, ജവാദ്, മോഹൻദാസ് M, K നജീബ്, നിഷാദ് P, അയ്യൂബ് കാട്ടുപുഴയിൽ, മുനീർ പുള്ളിച്ചോല എന്നിവർ പങ്കെടുത്തു. ഇസ്മായിൽ KP അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റഹീം മൂർഖൻ സ്വാഗതവും സബീർ വാഫി നന്ദിയും പറഞ്ഞു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗ്രൂപ്പുകൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം നടത്തി. പദ്ധതി മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല 13ാം വാർഡ് കുടുംബശ്രീ ഗ്രൂപ്പ് സെക്രട്ടറിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ, ADS പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മമ്പാട് പഞ്ചായത്തിലെ 22 വാർഡിലെയും രജിസ്റ്റർ ചെയ്ത JLG, NHG ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ലഭ്യമാവുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കർഷകർക്കുള്ള കുമ്മായ വിതരണവും നടന്നു. കാടകത്തിന്റെ ഉള്ളുണർത്തി കാൽപന്തിന്റെ കായിക മാമാങ്കം. കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ പ്രീമിയർ ലീഗിന് സമാപനം. വരേടംപാടവും ചാലിയാറും ജേതാക്കൾ. കാടകത്തിന്റെ ഉള്ളുണർത്തി കാൽപന്തിന്റെ കായിക മാമാങ്കം. കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ പ്രീമിയർ ലീഗിന് സമാപനം. വരടയും പാടവും ചാലിയാറും ജേതാക്കൾ. 41 പുരുഷ ടീമുകളും 8 വനിതാ ടീമുകളും അണിനിരുന്ന വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ പുരുഷ വിഭാഗത്തിൽ ഫോഴ്സ മുണ്ടേരിയെ തകർത്ത് ദിനമൂസ് റോക്ക് സ്റ്റാർ വരടയും പാടം ചാമ്പ്യന്മാരായി. വനിതാ വിഭാഗത്തിൽ പോത്തുകല ടീമിനെ പരാജയപ്പെടുത്തി ചാലിയാർ ടീം ജേതാക്കളായി. നിലമ്പൂർ അമൽ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ വികസന കമ്മീഷണറും തിരൂർ സബ് കളക്ടറുമായ ദിലീപ് K കൈനിക്കര IAS ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പുരുഷ വിഭാഗത്തിൽ 2ാം സ്ഥാനം ഫോഴ്സ മുണ്ടേരിയും അറ്റ്ലാന്റ പരിയങ്ങാടിനെ പരാജയപ്പെടുത്തി റിയൽ വാരിയേഴ്സ് പെരുവമ്പാടം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വ്യക്തിഗത മികവിൽ റിയൽ വാരിയേഴ്സിലെ സുരേന്ദ്രൻ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിലെ മികച്ച പ്രകടനത്തിന് ഫോഴ്സ മുണ്ടേരിയുടെ സുധീഷ് പ്ലെയർ ഓഫ് ദ ഫൈനൽ പുരസ്കാരവും സുമീഷ് മികച്ച ഗോൾ കീപ്പർ പുരസ്കാരവും നേടി. പുന്നക്കാടൻസ് പന്നിയാൻ മലയാണ് ടോപ്പ് സ്കോറർ പട്ടം സ്വന്തമാക്കിയത്. വനിതാ വിഭാഗത്തിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ ചാലിയാർ ടീമിനായി സുവർണ 3 പ്രധാന പുരസ്കാരങ്ങൾ, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ടോപ്പ് സ്കോറർ, പ്ലെയർ ഓഫ് ദ ഫൈനൽ എന്നിങ്ങനെ ഏറ്റുവാങ്ങി. മികച്ച ഗോൾ കീപ്പറായി ചാലിയാറിലെ ഗായത്രിയെയും മികച്ച ഡിഫൻഡറായി അഞ്ജലിയെയും തിരഞ്ഞെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ B, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രസാദ് TV, നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് ജില്ലാ കോർഡിനേറ്റർ KK മുഹമ്മദ് സാനു, പോലീസ് ഓഫീസർ മനോജ്, ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ RP സുരേഷ് ബാബു, മറ്റു കുടുംബശ്രീ ഉദ്യോഗസ്ഥർ, ആനിമേറ്റർമാർ, ബ്രിഡ്ജ് കോഴ്സ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.